പോരുമോ നാമെല്ലാം തനിമയിലഭിമാനിച്ചിടാം, പോരുമോ നാമെല്ലാം തനിമയിലഭിമാനിച്ചിടാം. ക്നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്നു കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ക്നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്നു കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. പോരുമോ നാമെല്ലാം തനിമയിലഭിമാനിച്ചിടാം, പോരുമോ. Welcome our presidential candidate, Mr. Thomas Joseph from Bristol Unit. Please give him a warm ovation. Come on. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജസ്റ്റിൻ ചേട്ടൻ, സെക്രട്ടറി അജിത്, വികാൻ യൂണിറ്റിലെ മറ്റ് ഭാരവാഹികളെ, UKKCയുടെ സെക്രട്ടറി ആയിട്ട് മത്സരിക്കുവാനും ഇവിടെ ഈ മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും വന്ന ബഹുമാനപ്പെട്ട റോയി, വികാനിലെ എൻ്റെ പ്രിയപ്പെട്ട ക്നാനായ സഹോദരി സഹോദരങ്ങളെ, ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് നിങ്ങളോട് നന്ദി പറയുകയാണ്. കാരണം UKKCയുടെ ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ UK-യിലെ ഏതാണ്ട് 49 യൂണിറ്റുകളിൽ ഒരു യൂണിറ്റായി വികാൻ യൂണിറ്റ് ഇങ്ങനെ ഒരു അവസരമുണ്ടാക്കി നമ്മുടെ UKKCയുടെ ടോയിൽ പറഞ്ഞതുപോലെ അടുത്ത നേതൃത്വത്തിലേക്ക് UKKCയുടെ നേതൃത്വത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ അതിനകത്ത് UKKCയുടെ നേതൃത്വത്തിലേക്ക് വരേണ്ടവരെ പറ്റിയും ഒരു ഐഡിയ, ഒരു പിക്ചർ ഇവിടുത്തെ ക്നാനായ സമുദായ സഹോദരങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. അത് UK-യിലെ ഈ 49 യൂണിറ്റുകളിൽ ഏത് യൂണിറ്റ് ആവശ്യപ്പെട്ടാലും ഒരു പ്രസിഡന്റ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഞാൻ പോകാൻ ബാധ്യസ്ഥനാണ്, ഞാൻ പോയിരിക്കുകയും ചെയ്യും. അതിനിയും ജനുവരി 25-ാം തീയതിക്ക് മുമ്പ് ഏതെങ്കിലും ഒരു യൂണിറ്റ് ഇങ്ങനെയൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ എത്തുന്നതായിരിക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് വരുന്നതിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം UKKC സംഘടിപ്പിക്കുന്ന മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാം ജനുവരി 25-ാം തീയതി ഇലക്ഷൻ്റെ അന്നാണ്. അന്ന് ഞാൻ സംവദിക്കുന്നത് വെറും 98 വോട്ടേഴ്സിനോട് മാത്രം. അതേസമയം ഇന്നെനിക്ക് സംവദിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നത് UK-യിലെ ഏതാണ്ട് 1500-ഓളം കുടുംബങ്ങളോടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു അവസരം തീർച്ചയായിട്ടും വിനിയോഗിക്കണം എന്ന് തന്നെ ഞാൻ തീർച്ചപ്പെടുത്തിയത്. എനിക്ക് അല്പം പ്രായോഗിക ഉണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റിൻ ചേട്ടനോട് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തതാണ്. ഇവിടെ വരുന്നതിന് ഇച്ചിരി അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഒരു പ്രസിഡന്റ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്, UKKC എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയുടെ നിർണായകമായ 10 വർഷം പിന്നിട്ട് ഇപ്പോൾ 12ാമത്തെ വർഷവും പിന്നിട്ട് ഏതാണ്ട് 3 വർഷക്കാലമായിട്ട് നമ്മൾ ക്നാനായ സമുദായാംഗങ്ങളെല്ലാം തന്നെ ഒരു നിസ്സംഗതയിലാണ്. ഈ നിസ്സംഗത തുടർന്നു പോകുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ക്നാനായ സമുദായത്തിൻ്റെ ഇനി മുന്നോട്ടുള്ള UK-യുടെ വളർച്ച വളരെ പരിതാപകരമായിരിക്കും എന്ന് യാതൊരു സംശയവും വേണ്ട. കാരണം ഇങ്ങനെ തുടർന്നു പോയാൽ 2 കാര്യമാണ് പ്രധാനപ്പെട്ടതുള്ളത്. ഒന്ന്, നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെടും, അതാണ് നമ്മുടെ ഏക സമ്പത്ത് അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് 2500 വർഷത്തെ പാരമ്പര്യമുള്ള ഈ നമ്മുടെ സമുദായത്തെ നാളെ നയിക്കുവാൻ വേണ്ട നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ അതോടുകൂടി നഷ്ടപ്പെടുകയാണ്. അതോടുകൂടി നമ്മുടെ സമുദായവും ഇല്ലാതാവും. അതാണ് നമ്മൾ മുഖ്യമായി ചിന്തിക്കേണ്ട വിഷയം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, 1960കളിലും 70കളിലും എല്ലാം അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും കുടിയേറിയ നമ്മുടെ ക്നാനായ സഹോദരങ്ങളെയെല്ലാം, ആദ്യകാല കുടിയേറ്റക്കാരെയെല്ലാം ലോസ്റ്റഡ് ഫാമിലി എന്ന് പറഞ്ഞ്
കളിയാക്കുന്ന അല്ലെങ്കിൽ അതിനെന്താണ് പറയുന്നത്, ആക്ഷേപിക്കുന്ന ഒരു രീതി മറ്റ് സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെന്നൊരു സത്യാവസ്ഥയാണ് ചില ഫാമിലികളിലെങ്കിലും. അതിൻ്റെ കാരണം ഇതാണ്. 60-70കളിൽ കുടിയേറിയ നമ്മുടെ ക്നാനായ സമുദായ അംഗങ്ങൾ അവരുടെ വീടുകളിൽ ഭാര്യയുടെ വീട്ടിലുണ്ട് 8 അംഗങ്ങൾ, ഭർത്താവിൻ്റെ വീടുകളിലും കുറഞ്ഞത് 8-9 അംഗങ്ങളുണ്ട്. ഇവരുടെ കുടുംബാംഗങ്ങളെയെല്ലാം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഓവർ ടൈമും ചെയ്ത് എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്ത് കുട്ടികളെ നോക്കാതെ അല്ലെ കുട്ടികളുടെ നമ്മുടെ സമുദായത്തെപ്പറ്റി നമ്മുടെ വിശ്വാസത്തെപ്പറ്റി പ്രചരിപ്പിക്കാതെ പഠിപ്പിക്കാതെ നമ്മുടെ കുടുംബങ്ങളെ വളർത്തി ഇന്ന് നമ്മൾ സമൃദ്ധിയിലെത്തിയിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ സമൃദ്ധിയിലായി കഴിഞ്ഞപ്പോൾ 2 കാര്യമാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന്, അവരെ മറക്കാതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക. കാരണം പുറത്തുനിന്ന് വിവാഹം കഴിച്ചവരുണ്ട്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ ഒരു ഫാഷനായിട്ട് നടക്കുന്ന ക്നാനായ സമുദായാംഗങ്ങളുണ്ട്. അതുമല്ലെന്നുണ്ടെങ്കിൽ ക്നാനായ സമുദായത്തെ വേണ്ട നമ്മുടെ ഇഷ്ടം പോലെ നടക്കുന്ന സമുദായങ്ങളുടെ വിശ്വാസമില്ലാത്ത സമുദായങ്ങളുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളാണ്. നമ്മളിന്ന് ദൈവാനുഗ്രഹത്താൽ സമൃദ്ധിയിലാണ്. ആ സമൃദ്ധിയിൽ നമ്മുടെ സമുദായത്തെ നമ്മൾ പരിരക്ഷിക്കുകയും നാളെ ക്നാനായ സമുദായത്തെ നിലനിർത്തുകയും UK-യിൽ മറ്റ് സമുദായങ്ങളോടൊപ്പം ഒരു അഡ്രസ്സ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വെറും ഒരു ആർക്കോ വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു സംഘടനയും ഒരു അസോസിയേഷനുമായിട്ട് മാറുമെന്നുള്ളതാണ്. അവസാനമായിട്ട് ഞാൻ എൻ്റെ വിഷനെയും കാര്യങ്ങളെപ്പറ്റി ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിനകത്ത് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നതാണ്. അവസാനമായിട്ട് പറയുവാനുള്ളത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു പ്രസിഡന്റ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ എനിക്ക് വേദനയുണ്ടാക്കിയ അനുഭവം സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ച കുപ്രചരണങ്ങളെ പറ്റിയാണ്. അതിനെപ്പറ്റി ഒരു സൂചന എനിക്ക് തരാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അഭിനവ സമുദായ സ്നേഹി അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന ക്നാനായ സമുദായത്തെ ഉദ്ധരിക്കാൻ വന്നയാൾ എന്നൊക്കെ പറഞ്ഞ പല പല കുപ്രചരണങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കുമുണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട്. സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും ചിന്തിക്കുക, അന്വേഷിക്കുക. ഏതെങ്കിലും രീതിയിലുള്ള അങ്ങനത്തെ ഒരു കുപ്രചരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള എതിർ കാൻഡിഡേറ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയതായിട്ട് നിങ്ങൾ എന്നെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവുമുണ്ട്. കാരണം നമ്മുടേതല്ല, നമ്മൾ ഏതെങ്കിലും തരത്തിൽ ദുഷ്ടലാക്കോടുകൂടി എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ മുൻകാല എക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പം കണ്ടല്ല. കാരണം അതിന് മറുപടി പറയാനായിട്ട് ഞാൻ ഉത്തരവാദിയല്ല. അത് അവനവൻ തന്നെ വരുത്തി വെച്ച ഒരു പ്രശ്നമാക്കി കണ്ടുകൊണ്ട് ഒരു കാരണവശാലും ഇതുപോലെയുള്ള കുപ്രചരണങ്ങളും ഇതിലും നിങ്ങൾ വീഴാതെ UKKCയെ ഒറ്റക്കെട്ടായിട്ട് നയിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരുവാൻ അവസരമൊരുക്കി തന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും നന്ദി, നമസ്കാരം. Right now, we're moving on to the second round of this Meet the Prospective Candidates program, and in this round, ഇതാണ് ഈ പരിപാടിയിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസംബർ 20 എല്ലാ കാൻഡിഡേറ്റ്സിൽ അയച്ച 6 ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പല പല മാധ്യമങ്ങളിട്ടതാണ്, ഞങ്ങൾ പ്രൊജക്ടർ കാണിച്ചതാണ്. സോ ഈ ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന പ്രസിഡൻഷ്യൽ ആൻഡ് സെക്രട്ടറി കാൻഡിഡേറ്റ്സ് അവർ ഈ ചോദ്യങ്ങളുടെ അവരുടെ അഭിപ്രായത്തിലുള്ള ആൻസേഴ്സ് നമുക്ക് പറയാൻ പോവുകയാണ്. സോ ഇതാണ് ഈ പരിപാടിയിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് the real, this is where we find how good these candidates are and what their strengths and what they will bring and what their visions for our community, our Knanaya Samudayam is. So without further ado, I'd like to welcome our presidential candidate, Mr. Thomas Joseph, for his second round. Please give a hand, come on. Once again, thank you. ഒരു കാര്യം പറയാതിരിക്കാൻ മേല, ഞാൻ പല വേദികളിലായിട്ട് പ്രസംഗങ്ങൾക്കും അല്ലെങ്കിൽ മറ്റ് പരിപാടികൾക്കൊക്കെ ഞാൻ പല പോഡിയത്തിൻ്റെ പുറകിൽ നിന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും പോഡിയത്തിൻ്റെ പുറകിൽ നിന്ന് പ്രസംഗിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എന്നേക്കാൾ പൊക്കം ഉണ്ടായിരിക്കും പോഡിയത്തിന്.
ആദ്യമായിട്ടാണ് എന്നേക്കാൾ പൊക്കം കുറഞ്ഞൊരു ബോഡി എൻ്റെ മുന്നിൽ കിട്ടുന്നത്. അതിനാദ്യമായിട്ട് വികാൻ യൂണിറ്റിനോട് ഞാൻ നന്ദി പറയുകയാണ്. ഓക്കെ, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് അവസരം തന്ന അവസരത്തിൽ ഞാൻ മനഃപൂർവ്വം ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നാണ്. എൻ്റെ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ തീർക്കേണ്ട കാര്യങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ എത്തിയത്. ആദ്യമായിട്ട് ഞാൻ എന്നെ ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് തോമസ് ജോസഫ് തൊണ്ടന്മാവെങ്കിൽ. എൻ്റെ വീട് നീറിക്കാടാണ്. എനിക്ക് 2 കുട്ടികളാണ്. ഞാനിവിടെ UK വരുന്നതിന് മുമ്പ് ദുബൈയിൽ ബേസ് ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലെ, ആഫ്രിക്കൻ കൺട്രികളിലെ, എല്ലാ ഗൾഫ് കൺട്രികളിലും, അമേരിക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ യാത്ര ചെയ്യുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്ത് അവസാനം ഞാൻ 2000-ലാണ് ഇവിടെ ബ്രിസ്റ്റോളിൽ അല്ലെങ്കിൽ UK എത്തിയത്. UK 2003-ലാണ് ക്നാനായ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. 2003 സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ 2013 ഒക്ടോബർ 12 ഞങ്ങൾ ദശാബ്ദി ആഘോഷം നടത്തി. പലതവണ ഞാൻ അതിൻ്റെ ഭാരവാഹിയായിരുന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാനതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇത്തവണയും എന്നെ ഏകകണ്ഠമായി തന്നെ ബ്രിസ്റ്റോൾ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക്, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: The next generation of Canaanites who are born and brought up in the UK are the future of this community. What are your specific plans to bring the youth to mainstream of Canaanite community and UK KCM? ഈ ചോദ്യത്തിൻ്റെ ആൻസർ എല്ലാം തന്നെ ഞാൻ എൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ചോദ്യം കിട്ടുന്നതിന് സംശയിക്കേണ്ട. ഇത് നിങ്ങളുടെ ചോദ്യം കിട്ടിയതിന് ശേഷമല്ല ഞാൻ എൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോ പ്രിപ്പയർ ചെയ്തത്. അതിന് വളരെ നാളുകൾക്ക് ഞാൻ 2 മാസമായിട്ട് UK KCയുടെ ഇലക്ഷനിൽ പ്രസിഡന്റ് കാൻഡിഡേറ്റായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ 2 മാസമായിട്ട് ഞാനൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് അടുത്ത UK KCയുടെ വളർച്ചയ്ക്ക് വേണ്ട നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ടകൾ അല്ലെങ്കിൽ വിഷൻസുകൾ, ഏതെല്ലാം മേഖലകളിലാണ് അടിയന്തരമായിട്ട് നമ്മൾ ശ്രദ്ധയിലെത്തേണ്ടത്. അങ്ങനെ വന്ന് എൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലെ ആദ്യത്തെ ഇനം തന്നെ ഇതായിരുന്നു: കുട്ടികളുടെ ഉന്നമനം. ഇവരാണ് നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ നാളെ ക്നാനായ സമുദായത്തെ നയിക്കേണ്ടത്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏതാണ്ട് 1500ഓളം കുടുംബങ്ങൾ UK KCയുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് നമ്മുടെ രേഖകളിലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 200ഓളം ഫാമിലിയെങ്കിലും UK KC ആയിട്ട് ബന്ധപ്പെടാൻ പറ്റാതെ ഒറ്റപ്പെട്ട് ഗ്ലാസ്ഗോയിലെ അല്ലെങ്കിൽ അബർഡീനിൽ, അതല്ലെന്നുണ്ടെങ്കിൽ UKയുടെ പല ഭാഗങ്ങളിലും ചെറിയ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കണം. അങ്ങനെ ഒരു 1700ഓളം കുടുംബങ്ങളുണ്ട്. ഞാൻ ഒരു പഠനം നടത്തിയിട്ട് എനിക്ക് മനസ്സിലായത് 8 മുതൽ അല്ലെങ്കിൽ ഒരു ആവറേജ് 8 വയസ്സ് പ്രായത്തിൽ ഏതാണ്ട് 4500-5000ഓളം കുട്ടികളാണ് ഇന്ന് നമ്മുടെ ആവറേജ് അല്ലെങ്കിൽ നമ്മുടെ UK ക്നാനായ സമുദായ അംഗങ്ങൾക്കുള്ളത്. ഇനി ഒരു 5 വർഷങ്ങളോടെ കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് 5000ഓളം യുവജനങ്ങൾ, ആവറേജ് 15 വയസ്സ് പ്രായത്തിലുള്ള 5000ഓളം യുവജനങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ മുന്നിലുള്ള ആദ്യത്തെ ചോദ്യം ചിഹ്നം. എന്താണ് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് കരുതി വച്ചിരിക്കുന്നത്? അതിനെനിക്ക് പറയാനുള്ള സജഷൻ ഇതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പാരമ്പര്യമനുസരിച്ച് 2500 വർഷത്തെ പാരമ്പര്യം നമ്മൾ അവകാശപ്പെടുമ്പോൾ ആ 2500 വർഷത്തെ പാരമ്പര്യത്തിലെ ഒന്നാമത്തെ കാര്യമായിരുന്നു നമ്മുടെ അടിയുറച്ച ദൈവവിശ്വാസം എന്ന് പറയുന്നത്. ആ ദൈവവിശ്വാസത്തിൽ മാത്രം വളർന്നതുകൊണ്ടാണ് നമ്മുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് നമ്മൾ 2500 വർഷം നമുക്ക് ഇവിടെ നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. അപ്പോൾ അതിൻ്റെ കാരണം, സഭ എന്ന് പറയുന്നത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നിർവചിച്ചതുപോലെ ഐക്യത്തിൻ്റെ കൂദാശ എന്നാണ് സഭയെ പറയുന്നത്. അപ്പം ഐക്യം, ആ ഐക്യത്തിൽപ്പെട്ട് അല്ലെങ്കിൽ ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ച ആ സഭയിൽ, കത്തോലിക്ക സഭയിൽ വിശ്വസിച്ച്, ദൈവവിശ്വാസത്തിൽ വിശ്വസിച്ച് നമ്മുടെ പാരമ്പര്യത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും ഇവരെ പഠിപ്പിക്കുക. വിശ്വാസമില്ലാതെ സമുദായം മാത്രം വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് കുടം കമഴ്ത്തി വെച്ച്
വെള്ളം ഒഴിക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മളിവിടെ നേരിട്ടാലും, പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ ഒരുപാട് അസൗകര്യങ്ങളൊക്കെ ഉണ്ട്. അസൗകര്യങ്ങളൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോവുക, പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കുക, വിശ്വാസ ആചാരങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഗോത്രങ്ങളെപ്പറ്റിയും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റിയും നമ്മുടെ ജ്ഞാനായ സമുദായത്തെ പറ്റിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അവരത് മനസ്സിലാക്കും, അവരത് പഠിക്കും, അവരത് ഫോളോ ചെയ്യും. ഇന്ന് പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരാദ്യം പറയുന്ന കാര്യം ഇതാണ്: ഞങ്ങൾ ക്നായാണ് അല്ല ജ്ഞാനായാണ്. പക്ഷേ അതിൽ കൂടുതൽ അവർക്ക് പറയാനായിട്ട് അവർക്ക് അറിയത്തില്ല. അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കണം. ഞാൻ ജ്ഞാനായ സമുദായത്തിലാണ്, കത്തോലിക്ക വിശ്വാസിയാണ്, ഞങ്ങൾക്ക് 2500 വർഷത്തെ പാരമ്പര്യമുള്ളൊരു യഹൂദ പാരമ്പര്യമുള്ളൊരു ജ്ഞാനായ സമുദായത്തിൽ നിന്ന് വന്നതാണ്. ആ സമുദായത്തിൽ നിന്ന് ഞങ്ങൾ വിവാഹം കഴിച്ച് അടുത്ത പാരമ്പര്യത്തെ ഞങ്ങൾ നിലനിർത്തും. ഇത് ചെയ്യുവാൻ വേണ്ടിയിട്ട് അടുത്ത UKKCAയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നാഷണൽ കൗൺസിലും ആലോചിച്ച് ഇതിന് വേണ്ട കർമ്മ പദ്ധതികൾ നടപ്പാക്കുന്നതായിരിക്കും. അത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്: ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രസിഡൻസിനോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ഭാരവാഹികൾക്കോ മാത്രം ഫുൾഫിൽ ചെയ്യാവുന്ന ഒരു പ്രക്രിയ അല്ല. അത് നാഷണൽ കൗൺസിലും തിരഞ്ഞെടുക്കപ്പെടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റികളും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കൂട്ടുത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ട ഒരു കർമ്മ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കയ്യിൽ എൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലെല്ലാം ഞാനിത് വിശദമായിട്ട് വിശദീകരിച്ചുണ്ട്. അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ വൈദികരും ഒക്കെ ആയിട്ട് ആലോചിച്ച് അതിനു വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നതായിരിക്കും. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: What plans do you have for the development of the Knanaya youth that will enable them to see the value addition from the community in their education and career? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇതിനെപ്പറ്റി തന്നെ ഞാൻ ഇതിനോടകം തന്നെ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി കഴിഞ്ഞ 2012 ഞങ്ങളുടെ 9ാമത് വാർഷികം ആഘോഷിച്ചപ്പോൾ ആ വാർഷികത്തിൽ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഏതാണ്ട് 10 മിനിറ്റ് ഞാൻ ഇതിനെപ്പറ്റി തന്നെയാണ് സംസാരിച്ചത്. കാരണം ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, കോട്ടയം രൂപത അല്ലെ കോട്ടയം ഡയോസസ് അല്ലെ ജ്ഞാനായ സഭ ഇതുവരെ പുലർത്തിക്കൊണ്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികളല്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയമല്ല എന്തു തന്നെയായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാമ്പത്തിക ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു വിദ്യാഭ്യാസ നയമാണ് നമ്മൾ ഇതുവരെ നടത്താക്കിയത്. അതിൽ നമ്മളൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. കാരണം ഇന്ന് ജ്ഞാനായ സഭയിൽ സാമ്പത്തികപരമായിട്ട് ഒരു പരിധിവരെ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റു മേഖലകളിലെല്ലാം ഈ നേട്ടം കൈവരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനകത്ത് സംശയമുണ്ട്. അത് ആ നേട്ടം അത്രയ്ക്കങ്ങോട്ട് കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് തന്നെയാണ് അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉദാഹരണം നാട്ടിൽ തന്നെ പറയാം. നാട്ടിൽ നമ്മൾ ആലോചിക്കുക, നമ്മുടെ സർവ്വ നയങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യത്തിന് ഉതകുന്ന എല്ലാ കാര്യങ്ങളും കർമ്മ പദ്ധതികളും നടപ്പാക്കുന്നത് പൊളിറ്റീഷ്യൻസാണ്. ആ പൊളിറ്റിക്കൽ പാർട്ടികളിൽ അല്ലെങ്കിൽ ആ ഗവൺമെൻറ് ഭരണതലത്തിൽ ജ്ഞാനായ സമുദായത്തിൽ നിന്ന് എത്ര പേരുണ്ട്? ആരും തന്നെ ഇല്ല. ഒരു തോമസ് ചാഴികാടന് അല്ലെങ്കിൽ ഒരു സ്റ്റീഫൻ ഉണ്ടായിരുന്നു, നേരത്തെ നമുക്ക് ജോസഫ് ചാഴികാടൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ വിരലിലെണ്ണാവുന്ന നമ്മുടെ അടുത്തത് EJ ലൂക്കോസ് സാർ ഉണ്ടായിരുന്നു. ഇങ്ങനെ വിരലിലെണ്ണാവുന്ന പൊളിറ്റീഷ്യൻസുകൾ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ യങ്സ്റ്റേഴ്സിനോടാണ് എനിക്ക് പറയുവാനുള്ളത്, പൊളിറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അയ്യേ എന്ന് വെച്ച് മാറാതെ നമ്മൾ അതിനെപ്പറ്റി പഠനം നടത്തി പുതിയ തലമുറകൾ പൊളിറ്റിക്സിലേക്ക് കടന്നു വരണം. കാരണം അവരാണ് നമ്മളെങ്ങനെ ജീവിക്കണമെന്നുള്ള തീരുമാനമെടുക്കുന്നത്. ദ ഡിസിഷൻ മേക്കേഴ്സ് ആർ ദെയർ. സോ വി ഹാവ് ടു ഷോ അവർ പാർട്ടിസിപ്പേഷൻ ഓൾസോ ഇൻ ദ പൊളിറ്റിക്സ്. ആൻഡ് ദ സെക്കൻഡ് തിങ്, മറ്റു മേഖലകൾ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ എൻജിനീയറിങ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇവിടെ അഡ്വക്കേറ്റ്, ലോയേഴ്സ്, കോട്ടയം രൂപത ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നങ്ങളാണ്. കാരണം പല അവസരങ്ങളിലും
നമുക്ക് ഇതിന് ഭീഷണികളൊക്കെ നേരിട്ടിട്ടുള്ളതാണ്. ലോയേഴ്സ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഫീൽഡ്, അതല്ലെങ്കിൽ സയൻറ്റിസ്റ്റ്, ഇതുപോലെയുള്ള സമസ്ത മേഖലകളിലേക്ക് നമ്മുടെ കുട്ടികളെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നതിന്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ട്രെൻഡിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസ്, അതിനു വേണ്ട കർമ്മപദ്ധതികൾ, വിദ്യാഭ്യാസപരമായിട്ട് ഏത് മേഖലയിൽ പോകാം, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ എന്ത്. ഇവിടെ അതുപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടെ യു കെയിൽ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കരിയർ ഗൈഡൻസുകൾ, അല്ലെങ്കിൽ അതിനു വേണ്ട വിദ്യാഭ്യാസങ്ങൾ, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെ പോകാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയാത്തൊരു കാര്യമാണ്. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴാണ് ഞാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്ന ഇതാണ്. ഒരു ഇൻ്റലക്ച്വൽ ഫോറം കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനു വേണ്ട ഒരു പദ്ധതി നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിനു വേണ്ട ഗൈഡൻസ് ഇത് നടത്തുവാനായിട്ട് UKKCA അല്ല UKKCYLനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. UKKCAയുടെ ഇവിടുത്തെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UKKCYLന് വേണ്ട സപ്പോർട്ടുകൾ, അവർക്ക് വേണ്ട ഫൈനാൻഷ്യൽ സപ്പോർട്ട്, സ്പോൺസർഷിപ്പുകൾ, മറ്റു ഫെസിലിറ്റേഷൻസുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു ബാധ്യതയാണ് ഞാനിവിടെ കാണുന്നത്. എങ്കിൽ മാത്രമേ കുട്ടികളെ കൊണ്ടത് ചെയ്യിപ്പിച്ച് കുട്ടികൾ പരിചയപ്പെട്ട് അവർ തന്നെ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോഴാണ് അത് സക്സസ് ആകുന്നത്. അതാണ് എനിക്ക് എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റിന് പറയുവാനുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. There are the issues of globally with respect to Canaanites having their own identity within the Catholic Church outside the jurisdiction of the Diocese of Kottayam. We have Canaanite mission or parish in the US, Ireland, and in Australia. What is your plan for obtaining ecclesiastic identity of Canaanites in the UK? ഇതിന് യാതൊരു സംശയവും വേണ്ട. ഇതിനുള്ള ഏറ്റവും വലിയ പോംവഴി എന്ന് പറയുന്നത് നമുക്കൊരു ജ്ഞാനായ മിഷൻ UK സ്ഥാപിതമാകുക എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും ചിന്തിക്കണം, നമ്മളിവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ പറയുന്നത്, എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് വരുന്നത്, ഞാൻ നീറിക്കാട്ട് പള്ളി ഇടവക, സെൻറ്റ് മേരീസ് പള്ളി ഇടവക. നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ ഒഴുകൂരിൽ നിന്നാണ്, അല്ലെങ്കിൽ ഞാൻ കടങ്ങൂരിൽ നിന്നാണ്, അല്ലെങ്കിൽ നീണ്ടൂരിൽ നിന്നാണ്, അല്ലെങ്കിൽ കൈപ്പഴയാണ്. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത്. അതെവിടെയാണ്? അത് പള്ളി കേന്ദ്രീകരിച്ചാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ഐഡൻറ്റിറ്റി മറ്റ് സമുദായങ്ങൾക്കിടയിൽ നമുക്കിവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഒരഡ്രസ്സ് നമുക്കിവിടെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മറ്റ് സമുദായത്തോടൊപ്പം നമ്മളും വളർന്നുകൊണ്ടിരിക്കണം. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു എക്ലിയസിയാസ്റ്റിക്കൽ സ്ട്രക്ചറുകളെല്ലാം മറ്റ് സമുദായങ്ങൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു, പലരും നേടിയെടുത്തു കഴിഞ്ഞു. പക്ഷെ നമ്മളും ആ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു വഴിയിലേക്ക് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് എൻ്റെ ഒരു പരിഹാരമായിട്ട് ഞാൻ കാണുന്നത് UKKCAയുടെ 2014 ജനുവരി 25-ാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ ഞാൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആദ്യത്തെ നാഷണൽ കൗൺസിലിൽ തന്നെ ഇതിനൊരു കമ്മിറ്റി രൂപീകരിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കും. ഇനി ഞാൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റികളും നാഷണൽ കൗൺസിലിലും ഞാനിത് ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുവാനായിട്ട് എന്നാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഞാൻ നടത്തുന്നതാണെന്ന് നിങ്ങളോട് ഇതിനോടകം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സിംഗിൾ മോസ്റ്റ് ചലഞ്ച് ഫേസ്ഡ് ബൈ UKKCA ആൻഡ് വാട്ട് ആർ യു ഗോയിങ് ടു ഡു അബൌട്ട് ഇറ്റ്? യാതൊരു സംശയവും വേണ്ട, ഇന്നത്തെ ഏറ്റവും വലിയ ഞാൻ കാണുന്നത് യൂണിറ്റുകളിൽ ഐക്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. യൂണിറ്റുകളിൽ ഐക്യം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ വരുന്ന ദോഷങ്ങൾ, തിരഞ്ഞെടുക്കപ്പെടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ അവരുടെ നല്ലൊരു ഭാഗവും അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കുവാൻ വേണ്ടി ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ ക്രിയാത്മകമായിട്ട് UKKCAനെ
ഡെവലപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ UKKCAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പരിഗണന കൊടുക്കേണ്ട പല വിഷയങ്ങളിൽ നിന്ന് ഡൈവേർട്ടായി ഇതിലേക്ക് മാറിക്കഴിയുമ്പോൾ അതിൻ്റെ UKKCAയുടെ വളർച്ചയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ട് UKKCAയുടെ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. UK-യിലെ ചില യൂണിറ്റുകൾക്കകത്ത് നിലനിൽക്കുന്ന ഫ്രിക്ഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കർമ്മപദ്ധതികൾ നടപ്പാക്കണം. അതിന് ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് നമുക്ക് ഈ കഴിഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് കമ്മിറ്റി ഒരു പുതിയൊരു അമെൻമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിതാണ് ഒരു ആർബിട്രേഷൻ പാനൽ. എൻ്റെ അഭിപ്രായത്തിൽ ഈ അവസരത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു പാനലാണത്. ആ ആർബിട്രേഷൻ പാനലിനെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചുമതല ഏൽപ്പിച്ച് അവരതിനെപ്പറ്റി പഠിച്ച് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവരതിനൊരു പരിഹാരം കണ്ടെത്തി ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ നടപ്പാക്കുകയാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾക്ക് അവർക്ക് മറ്റു മേഖലകളിൽ അല്ലെങ്കിൽ UKKCAയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതലായിട്ട് പങ്കെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കും എന്നാണ് എനിക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് എനിക്ക് പറയുവാനുള്ളത്. അടുത്തത്, if there is a panel, okay, who are your panel, the members, why you choose them, what happened if ഞാൻ ഇതിന് മുമ്പുള്ള എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ മത്സരിക്കുവാൻ മുന്നോട്ട് വന്ന എല്ലാ കാൻഡിഡേറ്റുമായിട്ട് ഫോണിലൂടെയും നേരിട്ടും ബന്ധപ്പെടുകയും ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആശയങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാതെ വരുമ്പോൾ അല്ലെങ്കിൽ പൊരുത്തപ്പെടാതെ വന്നതിനാൽ ഞാൻ ഒരു മത്സരരംഗത്തേക്ക് കടക്കുവാൻ നിർബന്ധിതനായാണ്. പക്ഷേ എനിക്കതിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സംഘടനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷമുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ജനാധിപത്യപരമായിട്ട് നമ്മൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഇതൊരു ഇലക്ഷൻ പ്രോസസ്സിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ ജനങ്ങൾക്ക്, നമ്മുടെ ജ്ഞാനായ സമുദായ അംഗങ്ങൾക്ക്, വോട്ടേഴ്സിന് റൈറ്റ് കാൻഡിഡേറ്റിനെ അല്ലെങ്കിൽ റൈറ്റ് പേഴ്സണെ ചൂസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് നമ്മളിതിനെ കണ്ടാൽ മതി. അല്ല നമ്മളിതൊരു മത്സരത്തിലേക്ക് പോയി അല്ലെങ്കിൽ ഇതിന് ജ്ഞാനായ സമുദായത്തിൻ്റെ ഐക്യം നഷ്ടപ്പെടും, നമ്മുടെ കൂട്ടായ്മ നഷ്ടപ്പെടും, ഇങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു റൈറ്റ് കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അവസരമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. തീർച്ചയായിട്ടും ജയിച്ചാലും അത് പരാജയപ്പെട്ടെങ്കിലും നമ്മുടെ എല്ലാവരുടെയും കൂടെ കൂട്ടുത്തരവാദിത്തത്തോടു കൂടി അടുത്ത UKKCA ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. പ്രസിഡന്റ് കാൻഡിഡേറ്റായിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ ആഗ്രഹിക്കുകയാണ്. What is your vision about the UKKCA and UK Knanaya community? How are you planning to achieve that vision? ഇതിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ മാനിഫെസ്റ്റോ ഓൾറെഡി തന്നെ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. വോട്ടേഴ്സിനെല്ലാം ഞാനിത് അയച്ചു കൊടുത്തതാണ്. അതെല്ലാവർക്കും ഇമെയിൽ കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എങ്കിലും ഇതിൻ്റെ മെയിൻ ഹെഡിങ്ങുകൾ മാത്രം ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടുള്ളത് കുടുംബ കൂട്ടായ്മ, അതിനെപ്പറ്റി ഞാനിവിടെ പറഞ്ഞു. കുട്ടികളുടെ ഉന്നമനം, യുവജനങ്ങളുടെ വളർച്ച, അതുപോലെ തന്നെ ആധ്യാത്മിക വളർച്ച, വിമൻസ് ഫോറം. കാരണം KCVL മാതൃകയിൽ നമുക്കൊരു വിമൻസ് ഫോറം രൂപീകരിക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ബിസിനസ് ഫോറം, പിന്നെ നമ്മുടെ ജ്ഞാനായ ഭവൻ UKKCAയ്ക്ക് ഒരു ആസ്ഥാനം. അതെങ്ങനെയാണെന്ന് വളരെ വിശദമായിട്ട് ഞാൻ എൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു. ഇപ്പോൾ ഇതിന് സമയപരിമിതി പോലെ ഞാനത് വിവരിക്കുന്നില്ല. അടുത്തത് നമ്മുടെ കൺവെൻഷനെ പറ്റി, എല്ലാ വർഷവും നടത്തി വരുന്ന കൺവെൻഷനെ പറ്റി ഞാൻ വിശദമായിട്ട് ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ റീജിയണൽ സംവിധാനം. അടുത്തത് യൂണിറ്റുകളെ വിലയിരുത്തിക്കൊണ്ട് അവാർഡുകൾ പ്രഖ്യാപിക്കുക. ഒരു മിനിറ്റും കൂടെ ഞാൻ എടുക്കുകയാണ്. യൂണിറ്റുകൾ അതിനെപ്പറ്റി ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല യൂണിറ്റുകളിലും ഇന്ന്
ഒരു സംഘടനയായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം കൂടെ കുറച്ചുകൂടെ ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ച് അവർക്ക് എല്ലാ വർഷവും അവാർഡുകൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. രണ്ടാമത്തത് മീഡിയ. പിന്നെ നമുക്ക് UK-ൽ നമ്മുടെ ജ്ഞാനായ സഹോദരങ്ങൾക്കിടയിൽ, യുവജനങ്ങൾക്കിടയിൽ, കുഞ്ഞുമക്കൾക്കിടയിൽ നിരവധി കലാകാരന്മാരും കലാകാരികളും ഒക്കെയുണ്ട്. അവർക്ക് നമുക്കൊരു വേദിയില്ലാത്തതിനാൽ നമ്മുടെ UKKCയുടെ വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ മാഗസിൻ 3 മാസം കൂടുമ്പോഴും ഇറക്കാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് UKKCയുടെ ഭാവിയിലേക്കുള്ള എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. All right, in the meanwhile, while they have the chance to prepare, could I please invite our KCYL president, Mr. Thambi, or aka Sharun Shibu, to give a vote of thanks. So he's amazing. He's been a real inspiration throughout this. He's led us amazing. Whenever we've asked him for something, we've only got 100% support. So please give your hand for Thambi. Good evening, ladies and gentlemen. I would like to take this opportunity to firstly thank the candidates. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സമയം കണ്ടെത്തി ഇന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സമ്മനസ് കാണിച്ചു വന്നതിന് എൻ്റെ പേരിലും ബിഗൻ കേസ്വെലിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. Secondly, I would like to thank നമ്മുടെ പ്രിയപ്പെട്ട Cyril Panangala for recording this event tonight. I would also like to thank നമ്മുടെ പ്രിയങ്കനായ ഗായകൻ ഷിബു uncle for the sounds and the lovely songs that he has sang here tonight. Thirdly, I would like to thank the Wigan KSWL members for giving up their valuable time into organizing this event here tonight. Lastly, I would like to thank everyone for the help and support that you have shown here to make this night a success. So I would like to conclude by wishing everyone a Merry Christmas and a Happy New Year. Thank you. Once again, I would like to thank all the youth involved in this event. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇവരാണ് നമ്മുടെ വാഗ്ദാനം, ഇവരാണ് നമ്മുടെ ഫ്യൂച്ചർ. വളരെ മനോഹരമായിട്ടാണ് യൂത്ത് ഇതിവിടെ ഓർഗനൈസ് ചെയ്ത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടുത്തെ KCYL മെമ്പേഴ്സിനെല്ലാം give them a big clap again, please. Thank you very much. ഇനി എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് ക്വസ്റ്റ്യൻ, സ്വന്തമായൊരു ആസ്ഥാനം എന്നുള്ളത് എങ്ങനെ സ്വപ്നം കാണുന്നു, എങ്ങനെ പണം കണ്ടെത്തും? വലിയൊരു ക്വസ്റ്റ്യനാണ്. ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഞാൻ ഇതിന് ഇടം കണ്ടെത്തിയിട്ടുണ്ട്. സ്വന്തമായ ഒരു ആസ്ഥാനം എന്നുള്ളത് UKKCക്ക് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് എങ്ങനെ വേണം, എന്തായിരിക്കണം അതിൻ്റെ സ്ട്രക്ചർ, എന്തുമാത്രമായിരിക്കണം അതിൻ്റെ ബഡ്ജറ്റ്, ഈ വക കാര്യങ്ങളെപ്പറ്റിയെല്ലാം വളരെ ഒരു പഠനം തന്നെ ഞാൻ നടത്തിയിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട റോയ് ചേട്ടൻ പറഞ്ഞതുപോലെ, സെക്രട്ടറി കാൻഡിഡേറ്റ് റോയ് ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, എക്സാക്ട്ലി അതേ സെയിം വേർഡ് തന്നെയാണ് ഞാൻ എൻ്റെ മാനിഫെസ്റ്റോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഓഫീസായി പ്രവർത്തിക്കാനും സ്ഥാവരജംഗമ വസ്തുക്കൾ സൂക്ഷിക്കാനും ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുവാനും വേണ്ടിയിട്ട് മാത്രം ഉതകുന്ന ഒരു ആസ്ഥാന മന്ദിരം. അത് UK-യിൽ UKKCയെ നിലനിൽക്കുന്നിടത്തോളം കാലം നിലനിൽക്കത്തക്ക രീതിയിൽ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതിൻ്റെ ബഡ്ജറ്റിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1,40,000 തൊട്ട് 1,75,000 വരെ. ഇതിനെപ്പറ്റി ഒരു നല്ല പഠനം തന്നെ നടത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ആസ്ഥാന മന്ദിരം നമുക്കുണ്ടാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ കൊടുത്തത്
ഏതാണ്ടൊരു 3 ലക്ഷം പൗണ്ട് വരെ മാക്സിമം ഒതുങ്ങത്തക്ക രീതിയിൽ ഏതാണ്ട് ഇതേ വലുപ്പത്തിൽ ഒരു നാഷണൽ കൗൺസിൽ കൂടത്തക്ക രീതിയിൽ ഒരു ചെറിയ ഹാളും അതോടൊപ്പം തന്നെ നമ്മുടെ ഓഫീസായി പ്രവർത്തിക്കാനായിട്ടും നമ്മുടെ വസ്തുവകകളൊക്കെ സൂക്ഷിക്കുവാനും വേണ്ടിയിട്ടുള്ള 3 ലക്ഷം പൗണ്ടിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ ഹാള്. ഈ ഹാളിന് പണം എങ്ങനെ കണ്ടെത്തും എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഏതാണ്ട് 1500 പേര് ഇവിടെയുണ്ട്. ഈ 1500 പേരിൽ നിന്ന്, ഫാമിലികളിൽ നിന്ന് 10 പൗണ്ട് വെച്ച് ഒരു മാസം 10 പൗണ്ട് വെച്ച് 10 മാസം കൊണ്ട് 100 പൗണ്ട് കളക്ട് ചെയ്ത് 1500 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1,50,000 പൗണ്ടായി. അത് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി 1,50,000 പൗണ്ട് ഇതുപോലെ കളക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും കുറേയൊക്കെ നമുക്കിവിടെ നല്ല ബിസിനസ്സാണ്. ജ്ഞാനായ സമുദായത്തിൽ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്, മറ്റ് സ്പോൺസേഴ്സുണ്ട്. ഇവരിൽ നിന്നുമൊക്കെ നല്ലൊരു സംഭാവന സ്വീകരിച്ചുകൊണ്ട് നമുക്കിത് യാഥാർത്ഥ്യമാക്കാവുന്നതാണ്. രണ്ടാമത്തത് 3 ലക്ഷം പൗണ്ടിൻ്റെ ചെറിയ ഹാള് 10 പൗണ്ട് വെച്ച് 10 മാസം എന്നുള്ളത് മാറ്റി 10 പൗണ്ട് വെച്ച് 20 മാസമാക്കി അത് 3 ലക്ഷം പൗണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ പ്ലാനിങ്. ഇനി ഈ ക്വസ്റ്റ്യനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി എനിക്ക് എന്നെ പറയാൻ അനുവദിക്കണം. എന്തുകൊണ്ടാണ് ഒരു വലിയ കൺവെൻഷൻ സെൻറ്റർ, ഒരു വലിയ പ്രൊജക്റ്റ് അത് ഞാൻ ആഗ്രഹിക്കാത്തത് എന്ന് ഒന്ന് വിശദീകരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കൺവെൻഷൻ സെൻറ്റർ എന്തുകൊണ്ട് നമുക്ക് വേണ്ട? കാരണം ഒരു 1 മില്യൺ അല്ലെങ്കിൽ 1.5 മില്യൺ പൗണ്ട് മേടിച്ചൊരു കൺവെൻഷൻ സെൻറ്റർ നമ്മൾ വാങ്ങിച്ചാൽ ആ കൺവെൻഷൻ സെൻറ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭവിഷ്യത്ത് അല്ലെങ്കിൽ അതിൻ്റെ കഷ്ടപ്പാടുകളെ പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ 5 തലമുറയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഇവിടെ കൺവെൻഷൻ നടത്താനായിട്ട് റെൻറ്റിനെടുത്തൊരു കൺവെൻഷൻ നടത്തിയാലും 5 തലമുറ കഴിഞ്ഞാലും നമുക്ക് ഈ 1.5 മില്യൺ പൗണ്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഒരു വലിയ കമ്മ്യൂണിറ്റി സെൻറ്ററും. ഈ കമ്മ്യൂണിറ്റി സെൻറ്ററിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ മേടിച്ചിട്ട് നമുക്ക് ഒരു റവന്യൂ ഇൻകം ഇല്ലാതെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബ്രിസ്റ്റോളിൽ ഞാൻ വളരെ വിശദമായി തന്നെ ഇതിനൊരു പഠനം നടത്തിയതാണ്. ഞങ്ങൾ 60ഓളം കുടുംബങ്ങൾ ബ്രിസ്റ്റോളിലുണ്ട്. അതിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന 40ഓളം കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജ്ഞാനായ സമുദായത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു ഹാള്, അല്ലെങ്കിൽ ഒരു നമുക്ക് മാത്രം നമ്മുടെ മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ചുള്ള ഒരു ചെറിയ ചർച്ച്, അങ്ങനെ പല രീതിയിൽ ഞാൻ പഠനം നടത്തിയതാണ്. ആ പഠനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പ്രായോഗിക വശങ്ങളും ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് പഠിച്ചതുമാണ്. അത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ മാത്രമാണ് അതുപോലെയുള്ള ഒരു വലിയ പ്രൊജക്റ്റിന് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പണം കണ്ടെത്തുക, ഇനി അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അതും തന്നെയല്ല, ഭാവിയിലേക്ക് UKKCയിലേക്ക് അതിൻ്റെ പേരിലുണ്ടാവുന്ന മറ്റ് അസ്വസ്ഥതകളെ പറ്റിയും ഞാൻ വളരെയധികം ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു അവസരത്തിലാണ് ഇതുപോലെയുള്ള ഒരു ചെറിയൊരു ആസ്ഥാന മന്ദിരം അല്ലെങ്കിൽ ചെറിയൊരു ഹാള് നമുക്ക് വളരെ ഉപയോഗപ്പെടുന്നതായിരിക്കും. അത് UKKCയുടെ ഒരു ആസ്ഥാന മന്ദിരമായി അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായി UK ജ്ഞാനായക്കാരുള്ളിടത്തോളം കാലം അതുണ്ടാവുകയും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു.